സെയിൻ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം. ചുട്ടുപൊള്ളുന്ന സമയത്ത് നല്ല തണുത്ത ഒരു മഴ പെയ്താൽ എങ്ങനെ ഉണ്ടാവും? നല്ല ഭംഗിയുള്ള ഒരു മഴ പെയ്ത ദിവസമായിരുന്നു ഇന്ന്. ചെറിയൊരു മഴ മാറി വെയിലൊക്കെ വന്നു തുടങ്ങി. പൂക്കളൊക്കെ മഴ കൊണ്ട് നല്ല വൃത്തിയായിട്ട് നല്ല ഭംഗിയോടെ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും വിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസം അടുത്തുകൊണ്ടിരിക്കുകയാണ്. റമദാൻ്റെ മുന്നോടിയായിട്ട് എനിക്ക് കുറച്ച് ജോലിയൊക്കെ ഉണ്ട്. ആ ഒരു തിരക്ക് കൊണ്ട് വീഡിയോ വൈകുന്നുമുണ്ട്. മുറ്റം ഇതുപോലെ പെയിൻറ് ചെയ്തെടുക്കുകയാണ്. വീട് വൃത്തിയാക്കുന്നതും അന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചിട്ടില്ല. കാരണം വീട് വൃത്തിയാക്കുന്നതിനിടയിൽ വീഡിയോ എടുക്കുക എനിക്കെന്തോ വലിയൊരു ബുദ്ധിമുട്ടായിട്ടാണ് ഫീൽ ചെയ്തത്. ഇതുപോലെ ഇൻ്റർലോക്ക് പോളിഷ് ചെയ്തിട്ട് ഒരുപാട് വർഷമായിട്ടുണ്ടാവും, ഒരു 8 വർഷത്തിൽ കൂടുതൽ ആയിട്ടുണ്ടാവും. അതിന് ശേഷം നമ്മൾ പെയിൻറ് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരുപാട് ആളുകളെ നമ്മൾ ഇതിനു വേണ്ടി ചോദിച്ചപ്പോഴൊക്കെ വലിയൊരു എമൗണ്ട് ആയിരുന്നു അവർ പറഞ്ഞത്. എന്നാൽ തനിയെ അങ്ങ് അടിച്ചു നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതാ തനിയെ അങ്ങ് അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. എവിടെ എത്തും എന്നറിയില്ല, ചെയ്തു നോക്കാം. പെയിൻറ് ഞാൻ വാങ്ങിച്ചത് നമ്മുടെ മുറ്റത്തിൻ്റെ ഫോട്ടോ എടുത്തിട്ട് അവർക്ക് കാണിച്ചു കൊടുത്ത സമയത്ത് അവർ കറക്റ്റായിട്ട് ആ ഒരു കളറ് നമുക്ക് എടുത്തു തരികയാണ് ചെയ്തത്. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇൻ്റർലോക്ക് പെയിൻറ് ചെയ്തെടുക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ബാക്കിയുള്ള ഭാഗം കൂടെ അടിച്ച് റെഡി ആയതിന് ശേഷം എൻ്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എന്തായാലും വലിയ ഒരു എമൗണ്ടൊക്കെ കൊടുത്ത് നമ്മൾ ഇൻ്റർലോക്ക് പോളിഷ് ചെയ്യുന്നതിനേക്കാളും നല്ലത് നമുക്ക് തന്നെ നമ്മളെ സൗകര്യത്തിനനുസരിച്ച് ഓരോ ഭാഗങ്ങളായിട്ട് നമുക്ക് പെയിൻറ് ചെയ്യാം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഏകദേശം റെഡിൻ്റെ സെക്ഷന് കുറച്ചൊക്കെ പൂർത്തിയായതിനു ശേഷം ആ ഒരു ഭാഗം ഉണങ്ങി വന്നതിന് ശേഷം ഞാൻ സിൽവർ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് വെള്ളമൊക്കെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പെയിൻറ് അടിക്കുന്നത്. ഒരല്പം കട്ടി കൂട്ടിയാണ് കേട്ടോ ഞാൻ അടിച്ചു കൊടുക്കുന്നത്. കാരണം നമ്മുടെ മുറ്റത്ത് അതൊരു കട്ടിയിൽ അടിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി കൂടുതൽ കാണുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് കട്ടി കൂട്ടി തന്നെ ഞാൻ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം ഈ ഭാഗമൊക്കെ ഞാൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനിയും ഒരുപാട് ഭാഗമുണ്ട്. തീർന്ന് വന്നതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാണിക്കാം. ഇപ്പോൾ ഈ ഒരു ഭാഗം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. മുൻഭാഗത്തെ മുറ്റം രാവിലെ ഒരു 9 മണി വരെ മാത്രമേ അടിക്കാൻ കഴിയുള്ളൂ. പിന്നെ വൈകുന്നേരം ഒരു 4 മണിക്ക് ശേഷമാണ് ഈ ഒരു ഭാഗം നമുക്ക് പെയിൻറ് ചെയ്യാൻ കഴിയുള്ളൂ. എന്നാലും ഞാൻ അടിച്ച് തുടങ്ങുന്നുണ്ട്. എപ്പോൾ തീരും എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊരു ദിവസം ഇതിന് നിൽക്കാനും കഴിയില്ല. കാരണം ബോറടിക്കുന്നുണ്ട്, നല്ലവണ്ണം ബോറടിച്ച് തുടങ്ങിയൊരു മുറ്റം കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ബോറടിയായി. അപ്പോൾ ബോറടിക്കാത്ത രീതിയിലൊക്കെ ഏകദേശം ഒരു 4-5 ദിവസം എടുത്തിട്ട് അടിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതൊക്കെ ഫില്ലായതിനു ശേഷം മാത്രമാണ് ഞാൻ കാണിക്കുള്ളൂ. നമ്മുടെ മതിലൊക്കെ പെയിൻ്റ് അടിക്കാനൊരു ആളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് എന്നെക്കൊണ്ട് സാധിക്കില്ല. എന്തായാലും ഒരു ഭാഗത്ത് പെയിൻറ് ചെയ്ത് കഴിഞ്ഞ ശേഷം എനിക്കൊരു യാത്ര പോകാനുണ്ട്. അതിൻ്റെ തിരക്കിലേക്കാണ്. ഇന്ന് അങ്ങോട്ട് പോകുന്ന സമയത്ത് വണ്ടി ഞാനാണ് ഓടിച്ചുകൊണ്ട് പോയത്. എനിക്ക് ഒരുപാട് ദിവസമായിരുന്നു വണ്ടി എടുത്തിട്ട്. അങ്ങനെ ഇന്ന് ഞാൻ വണ്ടി എടുത്തിട്ട് പോകുന്നുണ്ട്. വലിയ തിരക്കൊന്നും ഇല്ലാത്ത ഭാഗത്തിലൂടെയാണ് പോകുന്നത്. ചെറിയ ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ പോലും നല്ല രീതിയിൽ അങ്ങനെ സാവധാനം ഓടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. മലപ്പുറം ജില്ലയിലുള്ള ബഡ്ജറ്റ് സൂപ്പർ മാർക്കറ്റിലേക്കാണ് കേട്ടോ നമ്മൾ ഈ യാത്ര പോകുന്നത്. ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ബഡ്ജറ്റിൽ പോയിട്ട് ഇതുപോലെ പർച്ചേസ് ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മൾ ബഡ്ജറ്റ് സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കയറി. ഒരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഓരോരോ ഭാഗത്തായിട്ട് ഉണ്ട്. നമ്മൾ ഗൾഫിൻ്റെ എല്ലാ സാധനങ്ങളും ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ നമുക്ക് കിട്ടുന്നുണ്ട്. കുട്ടികൾക്ക് സൗദിയിൽ നിന്ന് ഇതുപോലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ഫീലിംഗ് ആണ് ഇവരുടെ അടുത്ത് വരുമ്പോൾ കിട്ടുന്നത്. നമുക്ക് വെജിറ്റബിളും ഫ്രൂട്ട്സും എല്ലാം വാങ്ങിയിട്ട് പോരാലോ. അത് മാത്രമല്ല, കുട്ടികൾക്ക് പുറത്ത് പോയി ഒന്ന് റിലാക്സ് ചെയ്ത് വരാൻ ഏറ്റവും നല്ലൊരു ഏരിയയാണിത്. അവർക്ക് വേണ്ട ഫുഡൊക്കെ അവരിങ്ങനെ തിരഞ്ഞ് പിടിച്ചെടുക്കുമ്പോൾ അവർക്കൊരു സന്തോഷമാണല്ലോ. ഉള്ളിയും തക്കാളി, പച്ചമുളക്, ഇങ്ങനെ ഒട്ടുമിക്ക സാധനങ്ങളും നമ്മൾ തപ്പി
തിരഞ്ഞൊക്കെ എടുത്ത് നമ്മൾ വണ്ടിയൊക്കെ നിറച്ചിട്ടുണ്ട്. അങ്ങനെ പർച്ചേസിംഗ് ഒക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് യാത്ര പോവുകയാണ്. ഇനി പെരിന്തൽമണ്ണ പോകേണ്ട ഒരാവശ്യമുണ്ട് നമുക്ക്. അവിടെ ഒരു ചെറിയ മോട്ടിവേഷൻ ക്ലാസ് നടക്കുന്നുണ്ട്. അവിടെ വരെ ഒന്ന് പോകണം. അതിനിടയിൽ നമുക്ക് ഹിറ നേച്ചർ എന്ന് പറഞ്ഞ ഗാർഡനിലൊന്ന് കയറണം. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്ലാന്. പ്രകൃതിയോടിണങ്ങിയ ഒരു ഗാർഡനാണ് ഹിറ നേച്ചർ. പക്ഷെ അവർ വീഡിയോ എടുത്ത് കാണിക്കാൻ സമ്മതിച്ചിട്ടില്ല. അവർക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീഡിയോ കാണിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് നമ്മൾ പെരിന്തൽമണ്ണയിലെ ടീ ടൈമിലാണ് കേട്ടോ കയറിയത്. ചായ കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ഥലമാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. മനോഹരമായി സെറ്റ് ചെയ്ത ഒരു ഷോപ്പാണ് കേട്ടോ. ഇതിൻ്റെ മുകൾ ഭാഗത്തിരിക്കുന്ന സമയത്ത് കാണുന്നൊരു വ്യൂ ആണിത്. മുൻഭാഗത്തൊരു ബസ്സിലാണ് ഈ ഒരു ഷോപ്പ്. കുട്ടികൾക്കൊക്കെ നല്ലൊരു സന്തോഷം ലഭിക്കുന്ന സ്ഥലമാണിത്. ഫുൾ ലൈറ്റും സെറ്റപ്പും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തത് എത്തിയിട്ടുണ്ട്. മുമ്പൊരിക്കൽ ഞാൻ ഇതുപോലെ പോയ സമയത്ത് ഫുഡ് കാണിക്കായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഞാനിന്ന് ഫുഡ് കാണിക്കുന്നത്. നമ്മൾ ചിക്കൻ നഗറ്റ്സും അതുപോലെ ഫ്രഞ്ച് ഫ്രൈസും കോഫിയുമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിതാ ഈ ഒരു ബസ്സിനുള്ളിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് സ്റ്റെപ്പൊക്കെ ഇറങ്ങിയിട്ട് വേണം ഇവിടെ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടി. ഇവിടെ നിന്ന് പുറത്ത് ഇറങ്ങിയപ്പോഴേക്കും ഇതുപോലെ ഇരുട്ടായിട്ടുണ്ടായിരുന്നു പുറത്ത്. എന്നാലും ആ ഒരു ടീ ടൈമിൻ്റെ ഫ്രണ്ടേജ് നല്ല ഭംഗിയോടെ വീഡിയോ എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഒരു ബസ് ഇതുപോലെ 2 നിലയുള്ളൊരു ബസ് നിർത്തിയിട്ട രീതിയിലാണ് ഈ ഒരു ടീ ടൈമിൻ്റെ മോഡല്. കുട്ടികളുമായി വൈകുന്നേരമൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് പോകാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ഇത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് യാത്ര പുറപ്പെട്ടു. എല്ലാവർക്കും ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഹാപ്പി ആയിട്ട് ടീ ടൈമിനോടും വിട പറഞ്ഞു. അങ്ങനെ ഇന്ന് നമ്മൾ പോയ ഓരോ സ്ഥലങ്ങളും കാണിച്ച് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും എൻ്റെ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണണം എന്നാഗ്രഹമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇനാബിൾ ചെയ്തിടുക. പിന്നെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ സർപ്രൈസ് നമുക്ക് നെക്സ്റ്റ് 10-ാം തീയതിയുടെ ശേഷം കാണിക്കാട്ടോ. എന്തായാലും എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ പ്രിയമുള്ളവർക്കും നന്ദി, നമസ്കാരം.